കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയം ധ്യാനിപ്പാനായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തിയ ഒരു ദൈവം. നോക്കിക്കേ, 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭയങ്കരത്വം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 12-ാമത്തെ വാക്യം മുതലും 15 വരെയും 15 മുതൽ വായിക്കുമ്പോൾ ഒരു ഉപവാസം നിശ്ചയിക്കുകയും അതിനുള്ള അനുഗ്രഹത്തെ വാഴ്ത്തത്വം ചെയ്യുന്നതും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ എക്കാലത്തും ഉപവസിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇവിടെ പറയുന്നത്, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ. പലപ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു, ഭയങ്കരമായ അതിശയങ്ങളും അത്ഭുതങ്ങളും. നോക്കി, മാറയെ വരെ കർത്താവ് മധുരമായി കൊടുത്തു ജനത്തിന്. എന്തിനേറെ, തീങ്കൽ പാറയുന്ന വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ നടുവിൽ ദൈവമുണ്ട്. നീ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ പറയുന്നുണ്ടോ, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരിക്കലും ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കത്തില്ല. ഇനി എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ ശത്രു തള്ളിക്കയറ്റിയാലും നിന്നെ ഒരിക്കലും ലജ്ജിപ്പിപ്പാൻ ദൈവം ഇടയാക്കത്തില്ല. ദൈവ പൈതലേ, ഈ അധ്യായത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്ന 25-ാം വാക്യം: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളികളെയും. ആമേ. നോയിക്കേ, അപ്പോ ഒരു സൈന്യമായ വെട്ടിക്കിളികളെ ദൈവം നിന്റെ മധ്യത്തിൽ അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വെട്ടിക്കിളി മാത്രമല്ല, ആമേൻ, വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. കാരണം സകലതും വെട്ടിക്കളഞ്ഞതും തിന്നുകളഞ്ഞതും നശിപ്പിച്ചതും ഇല്ലായ്മ ചെയ്തതും ഉന്മൂലനാശം വരുത്തിയതുമായ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ദൈവം മടക്കി തരും. എത്ര ഭയങ്കരമല്ലേ! തരാമെന്ന് പറഞ്ഞാൽ ദൈവം തരും. ഒരു മനുഷ്യനല്ല പറഞ്ഞത്, ദൈവമാണ്. ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതേപോലെ ചെയ്യുന്ന ദൈവമാണ്. കേവലം ഒരു ബന്ധക്കോസ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതല്ല വിഷയം. നിന്റെ പുറമെ അല്ല ദൈവം കാണുന്നത്, അകത്തളം. അകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം തീർക്കട്ടെ. നീ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ, നീ ലജ്ജിക്കത്തില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി വാഴ്ത്തത്വം ചെയ്തെങ്കിൽ അതിന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവ് നിങ്ങളെ ഇന്ന് കാലം അനുഗ്രഹിക്കാൻ പോകുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. ഒരു നാളും ലജ്ജിപ്പിക്കാത്തൊരു ദൈവം, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പകലിനായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് അവരെ മാനിക്കണം, അത്ഭുതം ചെയ്യണം. നിങ്ങളോട് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.